സൺഡേ എന്ന് പറയുമ്പോഴേ എന്താ ഓർമ്മ വരിക? ലീവ് അല്ലേ? പക്ഷെ നമുക്ക് ലീവില്ലടോ. ഞങ്ങൾ രണ്ടുപേർക്കും ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ രാവിലെ എണീച്ചു, പതിവ് പോലെ ചോറും കറിയും ചായയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ചായ ഇല്ലാത്ത ഒരൊറ്റ ദിവസം പോലും എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല കേട്ടോ. അതെന്താണെന്നറിയോ? ചായ അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് എൻ്റെ കെട്ടിയവനിക്ക്. കറി എന്താ ഉണ്ടാക്കാമെന്ന് കുറേ ആലോചിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ പോയി തിരഞ്ഞപ്പോൾ കുറച്ച് വെണ്ടയ്ക്കും വഴുതനങ്ങയും കിട്ടി. എന്നാലൊരു തട്ടിക്കൊട്ടി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈസി ആൻഡ് സിമ്പിൾ സാമ്പാറാണ് കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ കുത്തിക്കാച്ചിന് അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ ഒന്നരിഞ്ഞ് കുക്കറിലോട്ടിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ ചായ അവിടെ ഇരുന്ന് തിളച്ച് നല്ല കടുപ്പായിട്ടുണ്ട്. കടുപ്പത്തിൽ ചായ കുടിക്കാനാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ചായയൊക്കെ എടുത്ത് ഉമ്മാക്കും ഉക്കാക്കും കൊണ്ടേ കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ കറിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചായ കുറച്ചൊന്ന് ആറണം, എനിക്ക് അങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഞാനെന്താ കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. കുറച്ച് മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നല്ല, മീൻ വാങ്ങിയതായിരുന്നു. ചില മിസ്റ്റേക്കുകളൊക്കെ എപ്പോഴും പറ്റും. മാറ്റണം വിചാരിക്കും, എന്താ ചെയ്യലേ. മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഡാം ആവോലിയായിരുന്നു, മലമ്പുഴ ഡാമിലത്തെ നല്ല ഫ്രഷ് മീനാണ്. ഞാൻ പറഞ്ഞില്ലേ, പരിപ്പൊക്കെ കുത്തിക്കാച്ചിന് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ. നിങ്ങൾ എന്നോട് റെസിപ്പി ഒന്നും ചോദിക്കൂല, പക്ഷെ ഞാനിത് അപ്ലോഡ് ചെയ്യും. സാമ്പാറൊക്കെ റെഡിയായ ശേഷം ഞാനിത് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. കറിയൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചു കേട്ടോ, കൊണ്ടുപോകാനുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഫ്രഷായി യൂണിഫോമൊക്കെ മാറ്റി സ്കൂളിൽ പോകാൻ റെഡിയായി. സ്കൂളല്ല, ഓഫീസിൽ പോകാൻ. ഉമ്മ ഇടയിൽ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിതാ പോണതിന് മുമ്പ് റസ്ലൂനെ ഒന്ന് എണീപ്പിച്ച് വിടുകയാണ്. അവനിക്ക് ഇന്ന് 8 മണിക്കാണ് മദ്രസ. അതുകൊണ്ട് അവനൊന്ന് വിളിച്ച് എണീപ്പിച്ച ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ ഹാപ്പി ആയിട്ട് ജോലിക്ക് പോവുകയാണ്. ജോലിക്ക് പോണ വഴിയിലേ സ്ഥിരമായി ചായ കുടിക്കുന്ന ഒരു കടയുണ്ട്, അതാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.